തീരദേശത്ത് അപൂർവമായി വിളയുന്ന കംബോഡിയൻ മുന്തിരി നട്ടുവളർത്തി ശ്രദ്ധേയനാകുകയാണ് തൃശൂർ കയ്പമംഗലം കാക്കാതുരുത്തി ബദർ പള്ളിക്ക് പടിഞ്ഞാറ് കറുപ്പം വീട്ടിൽ അബ്ദുൾ നാസർ. വീട്ടുമുറ്റത്തും മട്ടുപാവിലുമായി വിവിധ ഇനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്ന നാസറിന്റെ മുന്തിരിത്തോട്ടത്തിലെത്തിയാൽ ഇപ്പോൾ കാണാനാകുന്നത് നിറയെ മുന്തിരിക്കുലകളാണ്. പെരുമ്പാവൂരിൽ നിന്ന് വാങ്ങിയ 2 കംബോഡിയൻ മുന്തിരിത്തൈകളാണ് നാസർ വീട്ടുമുറ്റത്ത് നട്ടത്. എന്നാൽ 1 വർഷത്തോളം കഴിഞ്ഞിട്ടും തൈകളിൽ കായ്ഫലമുണ്ടായില്ല. ഇതിനിടെ ചെടി ഉണങ്ങിപ്പോവുകയും ചെയ്തു. കൃഷി അവസാനിച്ചെന്ന് കരുതിയിരിക്കെയാണ് ഉണങ്ങിയ ചെടിയിൽ നിന്ന് ഏകദേശം 5 മാസം മുമ്പ് പുതിയ തളിരുകൾ പൊട്ടി വന്നത്. പിന്നീട് അതിവേഗം വളർന്ന വള്ളി മട്ടുപ്പാവിലേക്ക് പടർന്ന് പന്തലായി. ഇപ്പോൾ വള്ളിയിൽ നിറയെ മുന്തിരിക്കുലകൾ കായ്ച്ചു നിൽക്കുകയാണ്. ഓരോ കുലയിലും 1000-ലധികം മുന്തിരികളാണുള്ളത്. നിലവിൽ കായ്കൾ വളർച്ചയുടെ ഘട്ടത്തിലാണെന്നും ഏകദേശം 1 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പിന് പാകമാകുമെന്നും നാസർ പറയുന്നു. പെരുമ്പാവൂർ ആ ഭാഗത്തുനിന്നൊരു നഴ്സറിയിൽ നിന്ന് 2 തൈ കൊണ്ടുവന്നു. അപ്പോൾ അതിലൊരു തൈ ഇവിടെ 2 തൈ വെച്ചിട്ടുണ്ട്, ഒരപ്പുറത്തും കായ്ച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് 1 വർഷത്തോളം അതിനെ പരിപാലിച്ച് നല്ല രീതിയിൽ വളം കൊടുത്ത് ചാണകപ്പൊടി എല്ലുപൊടിയും ഇട്ട് നല്ല രീതിയിൽ വളർത്തി നല്ല സ്ട്രോങ് ആയിട്ട് പന്തലൊക്കെ ഇട്ട് വീടിന്റെ ടെറസിന്റെ മേലാണ് ചെയ്തേക്കുന്നത്. കൃഷിയോടുള്ള താല്പര്യമാണ് നാസറിനെ വ്യത്യസ്ത പഴവർഗ്ഗങ്ങൾ പരീക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നത്. വെറും 4 സെന്റ് പുരയിടത്തിൽ 100ഓളം പഴവർഗ്ഗ ചെടികളാണ് നാസർ പരിപാലിക്കുന്നത്. വിവിധ ഇനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വീട്ടുവളപ്പിൽ തന്നെ കൃഷി ചെയ്ത് മികച്ച വിളവ് തേടുന്ന നാസറിന്റെ കൃഷിരീതി നാട്ടുകാരിലും കൗതുകമുണർത്തുന്നുണ്ട്. മുന്തിരിക്കൊപ്പം വിദേശ പഴവർഗ്ഗങ്ങളോടും നാസറിന് പ്രത്യേക താല്പര്യമുണ്ട്. സഹോദരൻ അബ്ദുൾ ഹക്കീമും സുഹൃത്ത് മുഹമ്മദ് റാഫിയും ചേർന്ന് കർണാടകയിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി നടത്തുന്നുണ്ട്. വീട്ടുവളപ്പിലെ ചെറിയ ഇടം പോലും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത കൃഷിരീതികൾ പരീക്ഷിക്കുന്ന നാസറിന്റെ കൃഷിയിടം തീരദേശത്തെ കർഷകർക്ക് വേറിട്ട മാതൃകയാവുകയാണ്. കർഷക ദിനത്തിൽ മികച്ച കർഷകനുള്ള അവാർഡ് നൽകി ഗ്രാമപഞ്ചായത്ത് നാസറിനെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനം, തൃശൂർ.